PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേഷൻ പഠിച്ച് ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 2024 എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു വർഷമായിരിക്കും. കാരണം ഈ വർഷം 2-3 പ്രാവശ്യം നടക്കാൻ പോകുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളെ കൂടാതെ കേരാഫെഡ്, അപ്പെക്സ് സൊസൈറ്റീസ് LD ക്ലർക്ക്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എല്ലാ എക്സാമുകളും വരുന്നത് 2024 നല്ല രീതിയിലുള്ള പഠനം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുക തന്നെ ചെയ്യും. കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷനിൽ നിന്നും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയുള്ള കോർപ്പറേഷൻ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ദ വേർഡ് കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ്. ഏത് ഭാഷയിൽ നിന്നാണ് കോർപ്പറേഷൻ എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് എന്നാണ് ചോദ്യം. അത് ലാറ്റിൻ വേർഡായ കോ ഓപ്പറാരി എന്ന വാക്കിൽ നിന്നാണ് കോർപ്പറേഷൻ ഉണ്ടായത്. കോ ഓപ്പറാരി എന്ന വാക്കിൻ്റെ അർത്ഥം വർക്കിംഗ് ടുഗദർ എന്നാണ്. ഇറ്റ് ഇംപ്ലൈസ് ലിവിങ് ഓർ ജോയിനിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. ഓപ്ഷനിൽ വർക്കിംഗ് ടുഗദർ ഇല്ല എങ്കിൽ ജോയിനിങ് ടുഗദർ, തിങ്കിങ് ടുഗദർ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതാണ് ഉത്തരം. The word cooperation is derived from a Latin word cooperare, which means working together. Cooperative movement was originated in order to eradicate the evils of dash. ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ക്യാപിറ്റലിസമാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഒറിജിനേറ്റഡ്. ക്യാപിറ്റലിസത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് കോർപ്പറേഷൻ. ഡാഷ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് കോർപ്പറേഷൻ. ഉത്തരം റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 1771 മെയ് 14 റോബർട്ട് ഓവൻ ജനിച്ചത്. ചില ബുക്കുകളിൽ മെയ് 15 എന്ന് കാണാറുണ്ട്. മോസ്റ്റ്ലി കാണുന്നത് മെയ് 14. 1771 മെയ് 14 UK ന്യൂട്ടൺ എന്ന സ്ഥലത്താണ് റോബർട്ട് ഓവൻ ജനിച്ചത്. ഫാദർ ഓഫ് കോർപ്പറേഷൻ, ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് റോബർട്ട് ഓവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഈ എല്ലാ പോയിന്റുകളും പല പ്രാവശ്യം കോപ്പറേറ്റീവ് ബാങ്കിനും മറ്റ് എക്സാമുകൾക്കും ഒക്കെ ചോദിച്ചതാണ്. റോബർട്ട് ഓവൻ ഫോർമുലേറ്റ് ചെയ്തൊരു തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് റോബർട്ട് ഓവനാണ്. അമേരിക്കയിൽ സ്ഥാപിച്ച കോപ്പറേറ്റീവ് കോളനിയാണ് ന്യൂ ഹാർമണി. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. അദ്ദേഹം സ്ഥാപിച്ച കോപ്പറേറ്റീവ് കോളനി അമേരിക്കയിൽ ന്യൂ ഹാർമണി, അതുപോലെ സ്കോട്ട്ലാൻഡിൽ ഓർബിറ്റ്സോൺ. കോർപ്പറേഷൻ്റെ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് റോബർട്ട് ഓവനാണ്. അടുത്ത ചോദ്യം, ദ മോട്ടോ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മോട്ടോ. ഇതിനെ എസൻസ് ഓഫ് കോപ്പറേഷൻ എന്നും പറയുന്നുണ്ട്. എസൻസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. ഇതുപോലെ പ്രധാനപ്പെട്ട 2 കോപ്പറേറ്റീവ് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, അതുപോലെ സർവീസ് മോട്ടോ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, സർവീസ് മോട്ടോ. ഇത് 3 കോപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു പ്രൊട്ടക്റ്റ് എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അടുത്ത ചോദ്യം, ദ പയനിയർ പ്രൊവിൻസ് ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് കോപ്പറേഷൻ വാസ്. ദ പയനിയർ പ്രൊവിൻസ് ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് കോപ്പറേഷൻ വാസ് മദ്രാസ്. മദ്രാസിലാണ് കോപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. എന്നാൽ പയനീർ പ്രൊവിൻസ് ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് കോപ്പറേറ്റീവ് ലോ എന്ന് ചോദിച്ചാൽ അത് ബോംബെയാണ് ഉത്തരം.
The pioneer province in India in the field of cooperative law is Bombay. Sir Frederick Nicholson Committee was appointed in 1892. ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേഷൻ ഈസ് ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് 1892 മദ്രാസ് ഗവൺമെൻറ്റാണ്. 1895 ഫൈൻഡ് റൈഫിഷൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു ഇടക്കാല റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഫൈൻഡ് റൈഫിഷൻ റിലേറ്റഡ് വിത്ത് ഫ്രെഡറിക് നിക്കോൾസൺ. 1899 ഈ കമ്മിറ്റി ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുപോലെ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന ഫേമസ് കൊട്ടേഷൻ ഫ്രെഡറിക് നിക്കോൾസണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രെഡറിക് നിക്കോൾസൺ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേഷൻ. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയെ മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1892. The first cooperative society was established in ഇംഗ്ലണ്ട്. ലോകത്താദ്യമായി ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം സ്റ്റാർട്ട് ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി 1844. എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി സ്ഥാപിതമായത്. ഇതാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി. The type of cooperative society started in India at the beginning of the cooperative movement എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ ഫോമിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി. ഇതൊരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു. ഇത് ഫോം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഹോംലാൻഡ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഹോംലാൻഡ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഏത് തരം സൊസൈറ്റീസാണ്? കൺസ്യൂമർ സൊസൈറ്റീസാണ്. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഫസ്റ്റ്ലി ഡെവലപ്ഡ് ബൈ റോക്ക്ഡെയിൽ പയനീഴ്സ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. റോക്ക്ഡെയിൽ പയനീഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഈ 8 പ്രിൻസിപ്പിൾസ് ആണ് റോക്ക്ഡെയിൽ പയനീഴ്സ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 ഘട്ടങ്ങളിലായിട്ടാണ് ഡെവലപ്പ് ആയത്. 1937 ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മോഡിഫൈ ചെയ്തു. അതിനുശേഷം 1966 1995 റീഫോമുലേറ്റ് ചെയ്തു. ഏറ്റവും ഒടുവിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റ് ചെയ്തത് 1995. ഏറ്റവും അവസാനം ആഡ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അടുത്തത്, ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അഡോപ്റ്റഡ് ഇൻ 1995 വെൻ ദ ICA കോൺഗ്രസ് ഹെൽഡ് അറ്റ്. New cooperative principles was adopted in 1995 when the ICA Congress held at Manchester. മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന 1995 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് പുതിയ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത്. ICAയുടെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, democratic member control, members' economic participation, autonomy and independence, education, training and information, cooperation among cooperatives, concern for community. Cooperative principles ഏതൊക്കെയാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, members' economic participation, autonomy and independence, education, training and information, cooperation among cooperatives,
കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. 4ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ഒരു പ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് അവസാനം ആഡ് ചെയ്തത്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് 1966 കൂട്ടിച്ചേർത്തതാണ്. അത് കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കാർവേസ് പ്രിൻസിപ്പിൾസ് എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1852. 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്റ്റാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഇത് 1862 അമെൻഡ് ചെയ്തു. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1862. അടുത്ത ചോദ്യം, കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആസ് ഡാഷ് ഐറ്റം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആസ് ഡാഷ് ഐറ്റം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 32nd ഐറ്റം, 32ാമത്തെ ഐറ്റമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കോപ്പറേഷൻ ഉൾപ്പെടുന്നത്. കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ 7th ഷെഡ്യൂളാണ് ഉത്തരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാമത്തെ ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ ഉൾപ്പെടുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രാമത്തെ ഐറ്റമാണ് ചോദിച്ചാൽ 32ാമത്തെ ഐറ്റമാണ്. ഇന്ത്യയിൽ കോപ്പറേഷൻ എന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇൻ ഇന്ത്യ കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. 1919 കോപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. 1990 കോപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഉത്തരം മക്ലഗാൻ കമ്മിറ്റി. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച ആദ്യത്തെ കമ്മിറ്റിയാണ് മക്ലഗാൻ കമ്മിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. 1915 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1 man 1 vote എന്ന ഫേമസ് റെക്കമെൻഡേഷൻ കൊടുത്തത് മക്ലഗാൻ കമ്മിറ്റിയാണ്. ഇംപീരിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് മക്ലഗാൻ കമ്മിറ്റിയാണ്. മക്ലഗാൻ കമ്മിറ്റിയുടെ ചെയർമാൻ മക്ലഗാൻ, സെക്രട്ടറി EW ബാങ്ക്. ഡാഷ് ഈസ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ. ഡാഷ് ഈസ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ. ഉത്തരം കോപ്പറേറ്റർ. കോപ്പറേറ്റർ എന്നതാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ. ഇത് പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ് 1828. വില്യം കിങ്ങും റോബർട്ട് ഓവനും ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനീഴ്സ് ആയിരുന്നു. വില്യം കിങ് പബ്ലിഷ് ചെയ്ത കോപ്പറേറ്ററാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത്. 1828 കോപ്പറേറ്റർ പബ്ലിഷ് ചെയ്തത്. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്